ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ആൻഡ് സ്ലേ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നല്ല അടിപൊളി നോട്ട്സാണ്, എക്സാമിന് എന്തായാലും ഹെൽപ്ഫുള്ളാവും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മഹാഭാരത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിക്കാണ്. ഇത് എഴുതിയത് സംസ്കൃത് ലാംഗ്വേജിലാണ്. ഈ ഒരു മഹാഭാരത എന്ന് പറയുന്നത് ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ഫാമിലി. അപ്പോൾ ഈ ഫാമിലി സ്റ്റോറി പിന്നീട് എന്തിലേക്ക് പോവുകയാണ്? അവരൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നതും അതിൽ വരുന്ന നാശനഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മഹാഭാരതത്തിൽ കാണാൻ വേണ്ടി പറ്റുക. ഈ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടക്കുന്നത്? 2 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാണ് ആ ഗ്രൂപ്പ്? ദ കൗരവാസ് ആൻഡ് ദ പാണ്ഡവാസ്. പാണ്ഡവാസും കൗരവാസും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് മഹാഭാരതയിലെ മെയിൻ ഇവൻ്റ് ആയിട്ടുള്ളത്. ഓവർ ദ റൈറ്റ് ടു റൂൾ ദെയർ കിങ്ഡം. അപ്പോൾ ഈ ഒരു യുദ്ധം നടക്കാനുള്ള കാരണം ഈ ഒരു കിങ്ഡം, അതായത് ഒരു 5 വില്ലേജസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റൂളിംഗ് ആർക്ക് കിട്ടും എന്നുള്ളൊരു വാക്തർക്കത്തിലൂടെയാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. ദിസ് കോൺഫ്ലിക്റ്റ് ലീഡ്സ് ടു എ ഗ്രേറ്റ് വാർ. ഈ ഒരു കോൺഫ്ലിക്റ്റ് പിന്നീട് എന്തിലേക്ക് മാറും? ലോകം കണ്ട ഏറ്റവും വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ മാറാൻ വേണ്ടി പോവുകയാണ് എന്ന് നമുക്ക് പറയാം. ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ നോക്കാം. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ദ മഹാഭാരത ഡെവലപ്ഡ് ഇൻ സ്റ്റേജസ്. ഈ മഹാഭാരത പല സ്റ്റേജിലായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജയയാണ്. ജയയിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വിക്ടറിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ജയ എന്നൊരു സ്റ്റേജാണ് മഹാഭാരതത്തിൽ ഫസ്റ്റ് ഉള്ളത്. ഇത് 8800 വേഴ്സസ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് ഈസ് ഭാരത. ഭരത ഈസ് 23,000 വേഴ്സസ് ഉണ്ട്. ഇത് എന്താണ് കവർ ചെയ്യുന്നത്? ദ സ്റ്റോറി ഓഫ് ദ ഭരത ഡൈനസ്റ്റി. ഭരത ഡൈനസ്റ്റിയെ സ്റ്റോറി, അതായത് ഭരതയുടെ റൂളിങ്ങിനെ സ്റ്റോറി കവർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഭരത. പിന്നീടാണ് മഹാഭാരത എന്ന് പറയുന്നത്. ഇത് 1,00,000 വേഴ്സസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ദ ഫൈനൽ ആൻഡ് ദ എക്സ്പാൻഡഡ് വേർഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മഹാഭാരത എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് നോക്കാം. മഹാ എന്ന് പറയുന്നത് എന്താണ്? ദ ഗ്രേറ്റ്. മഹാ മീൻസ് ദ ഗ്രേറ്റ്. ഭാരത എന്ന് പറയുന്നത് ദ സ്റ്റോറി. അപ്പോൾ മഹാഭാരത എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഗ്രേറ്റ് സ്റ്റോറി. ഓക്കെ, എൻ എപ്പിക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഹീറോയിക് പോയം വിത്ത് എ ലോങ് നരേറ്റീവ് ആൻഡ് എ സീരിയസ് സബ്ജക്റ്റ് മാറ്റർ. എപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതൊരു ഹീറോയിക് പോയം ആയിരിക്കും. അതിൽ നമുക്ക് ലോങ് നരേഷൻ കാണാൻ പറ്റും. ഒരു സീരിയസ് സബ്ജക്റ്റ് മാറ്ററും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് അല്ലേ. പിന്നെ ഒരു മേജർ ഹാപ്പനിങ്സ്, എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം ആ ഒരു കഥയിൽ നടക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫെയ്റ്റ് കാണാം, വിധിയെ കാണാൻ പറ്റും. ആൻഡ് എപ്പിക് ഡീൽസ് വിത്ത് വാരിയേഴ്സ്. നമുക്ക് എപ്പിക്കിൽ പിന്നെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക? ഒരുപാട് വാരിയേഴ്സിനെ, ലെജൻസിനെ, ഫോക്ക് ടെയിൽസ്, ഹിസ്റ്ററീസ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്? നാഷണൽ ലെവലിലും യൂണിവേഴ്സൽ ലെവലിലും സിഗ്നിഫിക്കൻസ് ഉള്ള തരത്തിലുള്ള കഥകളായിരിക്കും നമുക്ക് എപ്പിക്കിൽ കാണാൻ വേണ്ടി പറ്റുക. ദ സെറ്റിംഗ് ഓഫ് ദ എപ്പിക് ഈസ് യൂഷ്വലി ഗ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡ് ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു മഹാഭാരതയുടെ സെറ്റിംഗ് എന്താണ്? വലിയൊരു പാലസും കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ തന്നെ സൂപ്പർ ഹ്യൂമൻ ആക്ഷൻസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ഓർഡിനറി പീപ്പിളുടെ ആക്ഷൻസ് അല്ല നമുക്ക് മഹാഭാരതയിൽ കാണാൻ പറ്റുക. സൂപ്പർ ഹ്യൂമൻ ആക്ഷൻസ് ആണ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് വിവിഡ് ഡിസ്ക്രിപ്ഷനും ലോങ് സ്പീച്ചസും എലാബറേറ്റ് ഗ്രീറ്റിങ്സും ഡിഗ്രഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എപ്പിക്കിൽ കാണാൻ വേണ്ടി പറ്റും. ദ എപ്പിക് ഇൻക്ലൂഡ്സ് എ ലാർജ് ടൈം ഫ്രെയിം ദാറ്റ് മേ ഇൻക്ലൂഡ് ജനറേഷൻ ആൻഡ് ഏജസ്. ഈ ഒരു എപ്പിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വളരെ വലിയ ജനറേഷൻ ടൈം ഫ്രെയിമാണ്. അതായത് ഒരുപാട് കാലഘട്ടങ്ങളിലും ഏജസിലൊക്കെ നടന്ന കഥകളൊക്കെയാണ് നമുക്ക് എപ്പിക്കിൽ കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുക? എപ്പിക്കിൽ സം കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ദ നരേറ്റർ. എപ്പിക് ഈസ് ജനറലി ഹാവ് എ നരേറ്റർ. ഫസ്റ്റ് നമുക്ക് എപ്പിക്കിൽ എന്താണ് കാണാൻ പറ്റുക? ഒരു നരേറ്റർ ഉണ്ടാവും. ആ നരേറ്ററാണ് എപ്പിക്ക് തുടങ്ങുക. അപ്പോൾ എപ്പിക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ അവരെന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും ബ്ലെസ്സിങ്സിനൊക്കെ വേണ്ടിയിട്ട്. പിന്നീട് ഈ നരേറ്റർ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഹീറോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, the theme and question is related to a general truth. It could be open a debate on war and justice. പിന്നെ സെക്കൻഡായിട്ട് എപ്പിസോഡിക് ഇൻ നേച്ചർ. എപ്പിക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എപ്പിസോഡ്സ് ഉണ്ടാകും. അതായത് ഒറ്റ സ്ട്രെച്ചിലായിരിക്കില്ല എപ്പിക് ഉണ്ടാകുക. പല പല എപ്പിസോഡും ഈച്ച് ആൻഡ് എവരി വൺ കണക്റ്റഡ് ആയിരിക്കും. ഓരോ എപ്പിസോഡും മറ്റൊന്നിനെ കണക്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ്ങും നല്ലൊരു എൻഡിങ്ങും ഒക്കെ ഉള്ള ഒരു എപ്പിസോഡിക് നേച്ചറായിട്ടാണ് എപ്പിക് ഉണ്ടാവുക. ഓക്കെ,
പിന്നെ നമുക്ക് പറയാം ഗ്രാൻഡിലോക്വൻ്റ്. ഇതെന്ന് വെച്ചാൽ ഇറ്റ്സ് സ്റ്റൈൽ ഈസ് ഫോർമൽ. അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ആയിരിക്കും. അതായത് നരേഷൻ, ഇതിൻ്റെ ഒരു നരേഷൻ, ഈ ഒരു എപ്പിക്കിൻ്റെ നരേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ എലക്വൻ്റ് ഇൻ എക്സ്പ്രഷൻ, അതായത് ഒരു സിമ്പിൾ ലാംഗ്വേജ് ഒന്നും ആയിരിക്കില്ല നമുക്ക് കാണാൻ പറ്റുക. ഒരു സ്റ്റൈലൈസ്ഡ് ലാംഗ്വേജും പിന്നെ അതുപോലെ തന്നെ എപ്പിക് സിമിലീസൊക്കെ നമുക്ക് എപ്പിക്കിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്തൊരു എലമെൻ്റാണ് ഹീറോയിക്. ഹീറോയിക് എന്ന് പറയുന്നത് ഒരു എപ്പിക്കിൽ ആരുണ്ടാവും? ഒരു ഹീറോ ഉണ്ടാവും. ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈൻ പവറുള്ള ഒരു ഹീറോ നമുക്ക് എല്ലാ എപ്പിക്കിലും കാണാൻ വേണ്ടി പറ്റും. ദ ഹീറോ മേ ബി പ്രൊഗൻസി ഓഫ് എ ഗോഡ് ഓർ എ ഡിസിപ്ലിൻ. ചിലപ്പോൾ ഹീറോ എന്തായിരിക്കാം? ദൈവത്തിൻ്റെ ചങ്ങാതിയോ അല്ലെങ്കിൽ ദൈവത്തിനെ ഡിസിപ്ലിൻ ചെയ്ത് നിൽക്കുന്ന ഒരു സെമി ഡിവൈൻ പവറുള്ള ഒരു ഹീറോനെ നമുക്ക് എപ്പിക്കിൽ കാണാൻ വേണ്ടി പറ്റും. The heroic characters draw strength and knowledge from the gods who play an important role in their lives. അപ്പോൾ നമുക്ക് പറയാം ഇന്ത്യൻ എപ്പിക്കിൽ നമുക്ക് ഡ്രാമയിലൊക്കെ നമുക്ക് ആരുടെ പാർട്ടിസിപ്പേഷനും കൂടി കാണാൻ സാധിക്കാറുണ്ട്? ഗോഡും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാണാറുണ്ട്. അതായത് ആ ഹീറോനെ ഹെൽപ്പ് ചെയ്യാനും ഹീറോനെ അവൻ്റെ പല ഇവൻസിലും ഹെൽപ്പ് ചെയ്യാൻ ആരെത്തുന്നത് കാണാൻ പറ്റും? ഗോഡ് എത്തുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് എപ്പിക്കിൻ്റെ ഓരോ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം, കോമൺ ഫീച്ചേഴ്സ് ആയിട്ട് പറയാൻ പറ്റുക. എന്തൊക്കെയാണ്? ദ നരേറ്റർ, എപ്പിസോഡിക് ഇൻ നേച്ചർ, ഗ്രാൻഡിലോക്വൻ്റ് ആൻഡ് ഹീറോയിക്. ഇത്രയാണ് എപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻ ദ മഹാഭാരത പിന്നെ നോ വൺ പേഴ്സൺ ഈസ് ഹീറോയിക്. മഹാഭാരതയിൽ നമുക്ക് ഒരാളെ മാത്രം ഹീറോ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് മഹാഭാരതയിൽ കാണാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹു ഫോൾ പ്രേ ടു ടെംപ്റ്റേഷൻ. അതായത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവരും ഓരോ ടെംപ്റ്റേഷൻ, അതായത് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഓരോ ആഗ്രഹങ്ങളുടെ ബേക്കിൽ പോയിട്ട് ഉണ്ടാകുന്ന കഥകൾ, അവരുടെ അങ്ങനെയുള്ളൊരു ഫോളാണ് നമുക്ക് മഹാഭാരതയിൽ കാണാൻ പറ്റുക. ദ മഹാഭാരത ഫോക്കസസ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് സ്പ്രെഡ് ഓവർ 3 ജനറേഷൻ. നമുക്ക് മഹാഭാരതയിൽ 3 ജനറേഷൻസിൻ്റെ 3 ജനറേഷൻസിൽ സ്പ്രെഡായിട്ടുള്ള ക്യാരക്ടേഴ്സും ഇവൻസും അതൊക്കെ ഒരു കോംപ്ലക്സിറ്റി വേയിലാണ് നമുക്ക് മഹാഭാരതയിൽ കാണാൻ വേണ്ടി സാധിക്കുക. പിന്നെ നമുക്ക് ഓൺ ദി അതർ ഹാൻഡ് രാമായണം എങ്ങനെയാണ്? എപ്പിക്കിൻ്റെ പ്രൈസ് ഓഫ് ആൻ ഐഡിയൽ മാൻ ആൻഡ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ദ ക്യാരക്ടർ ഓഫ് റാം. രാമായണത്തിൽ അതിൻ്റെ ഫോക്കസ് ഏത് ക്യാരക്ടറാണുള്ളത്? റാം എന്ന ക്യാരക്ടറാണല്ലേ. പിന്നെ ദ മഹാഭാരത ഈസ് എ സ്പേറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് ടു ദ നറേറ്റീവ് വൈൽ ഇൻ ദ രാമായണ. എവറിത്തിങ് റിവോൾവ്സ് അറൗണ്ട് ദ ഫിഗർ ഓഫ് രാമായണ. എവറിത്തിങ് റിവോൾവ്സ് അറൗണ്ട് ദ ഫിഗർ ഓഫ് റാം ആൻഡ് ഹിസ് ആക്ഷൻ. Thus the Mahabharata is more realistic. It is seen as a historical epic spanning across generation. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രാമായണത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് രാമ എന്നുള്ളൊരു ക്യാരക്ടറിനും ആ രാമിൻ്റെ ചുറ്റുപറ്റി നടക്കുന്ന കഥകളൊക്കെയാണ് നമുക്ക് രാമായണയിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ മഹാഭാരത എന്ന് പറയുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എപ്പിക്കാണ്. ഇത് എന്തിലാണ് ഫോക്കസ് കൊടുക്കുന്നത്? അക്രോസ് 3 ജനറേഷൻസിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എപ്പിക്കാണ് എന്ത്? മഹാഭാരത. ഓക്കെ, രാമായണയിൽ ഗോഡ് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് നരേറ്റീവ്. രാമായണം ആരാണ് നരേറ്റീവായിട്ട് സെൻട്രൽ ക്യാരക്ടർ? ഗോഡാണ്. എന്നാൽ മഹാഭാരതയിൽ ദ ഹ്യൂമൻ ബീയിങ് ഇൻട്രാക്ട് വിത്ത് ഗോഡ്. ഹ്യൂമൻ ബീയിങ് ആണ് എന്ത് ചെയ്യുന്നത്? സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ളത്. അവർ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു? ഗോഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് മഹാഭാരതയിലുള്ള കാര്യം. ഓക്കെ, പിന്നെ മഹാഭാരതയിൽ നമുക്ക് ഹ്യൂമൻ ഡിവൈൻ ക്യാരക്ടേഴ്സ് കാണാൻ പറ്റും. ഹ്യൂമൻ ഡിവൈൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു മഹാഭാരത നരേറ്റീവിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഗോഡിൻ്റെ ഇൻ്റർവെൻഷൻ കാണാൻ പറ്റും. അതായത് ദൈവം എന്താ പറയുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ ദൈവം ഓരോ അഭിപ്രായങ്ങൾ കൊടുക്കുന്നതും അതിൻ്റെ ഇടയിൽ ഒരുപാട് നമുക്ക് ആ കഥ മനസ്സിലാക്കുമ്പോൾ തിരിയും. അപ്പോൾ അങ്ങനെ ഗോഡിൻ്റെ ഇൻ്റർവെൻഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് വേറെ പറയാൻ പറ്റുന്നത് ടെമ്പർമെൻറ്റ് ആൻഡ് മോറൽ ആറ്റിറ്റ്യൂഡ്. അതായത് ഓരോ ക്യാരക്ടറിനും ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോറൽ ആറ്റിറ്റ്യൂഡ്സാണ്. ഓരോരാൾക്കും ഓരോ വാല്യൂസാണ് അല്ലേ. അപ്പോൾ ഓരോ പേഴ്സണാലിറ്റീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണാലിറ്റീസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തുണ്ടാകുന്നുണ്ട്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നമുക്ക് എന്തായിട്ടും കണക്ക് കൂട്ടാം? ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റത്തിൻ്റെ കോൺഫ്ലിക്റ്റായിട്ടും കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒപ്റ്റിമിസമാണ്. അതായത് ഗുഡ് ഈസ് റിവാർഡഡ് ആൻഡ് എവിൾ പണിഷ്ഡ്. അതായത് നന്മയ്ക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിവാർഡും എവിൾ ബിഹേവിയറിന് എന്തും കിട്ടുന്നുണ്ട്? പണിഷ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ മഹാഭാരത എന്ന് പറയുന്നത് ഒരു ഗുഡ് ആൻഡ് എവിൾ ബാറ്റിലാണ്. ഗുഡും എവിളും തമ്മിലുള്ള ഒരു ബാറ്റിൽ, അല്ലെങ്കിൽ ജസ്റ്റിസും ഇൻജസ്റ്റിസിൻ്റെയും ഇടയിലുള്ള ഒരു ബാറ്റിലായിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റും? മഹാഭാരതയെ കാണാൻ പറ്റും എന്ന് പറയാം.
അപ്പോൾ ഇതൊക്കെയാണ് ഒരു എപ്പിക് എലമെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഫീച്ചേഴ്സായിട്ട് പറയാൻ വേണ്ടി പറ്റുക. എന്തൊക്കെയാണ്? നരേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എപ്പിസോഡിക്ക് നേച്ചറാണ് മഹാഭാരത, ഗ്രാൻഡിലോക്യൻ്റ് ആണ്, ഹീറോയിക് ആണ്, ഹ്യൂമൻ ഡിവൈൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ടെമ്പറമെൻ്റ് ആൻഡ് മോറൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിമിസവും ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ഒരു സ്ട്രക്ചർ ഓഫ് മഹാഭാരത എന്ന് നോക്കാം. മഹാഭാരത എന്ന് പറയുന്നത് 18 ബുക്സ് ആണ്. എ ബുക്ക് ഓഫ് ദി ജീനിയോളജി ഓഫ് ഹരി. ഈച്ച് ഓഫ് ദി 18 ബുക്സ് ഹാസ് സെവറൽ സബ് ബുക്ക്. ഈ 80 ബുക്സിലും ഓരോ പല സബ് ബുക്സും ഉണ്ട്. ദ ബുക്സ് ആർ ആദിപർവ, സഭാപർവ, വനാപർവ, വിരതപർവ, ഉദ്യോഗപർവ, ഭീഷ്മപർവ, ദ്രോണപർവ, കർണപർവ, ശല്യപർവ, സൗപിതജ്യപർവ, സ്ത്രീപർവ, ശാന്തിപർവ, അനുശാസന പർവ, അശ്വമേധിക പർവ, അശ്രംവാസിക പർവ, മൗസല പർവ, മഹാപ്രശന്തിക പർവ, സ്വഗർഹോണ പർവ. കഴിഞ്ഞല്ലോ. ഇത്രയും നിങ്ങൾ എക്സാമിന് തലേന്നൊക്കെയാണ് ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോമഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും പഠിക്കാനൊന്നും പോകണ്ട, പിന്നെ ഇത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു നെറേറ്റീവിലേക്ക് നമുക്ക് നോക്കാം. അതായത് മഹാഭാരതയെ ആര് കമ്പോസ് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്? വ്യാസ് കമ്പോസ് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഒരു അടുത്തതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, മഹാഭാരത എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നരേറ്റീവാണ്. അതായത് ഇതിൻ്റെ നരേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഇതിൽ ഓരോ ഇവൻസും, അതായത് ഈ സ്റ്റോറി ഫസ്റ്റ് നരേഷൻ ഒറ്റൊരു നരേഷൻ മാത്രമല്ല, പലരോടായിട്ട് ഈ കഥ പറയുന്നത് കൊണ്ട് ഇതൊരു ഓറൽ എപ്പിക് ആയതുകൊണ്ട് തന്നെ ഓരോ നരേഷനും റിപ്പീറ്റേറ്റീവ് ആയിരിക്കും അല്ലേ. ഒരു കഥ ഒരാൾ കേട്ടു, എന്നിട്ട് ആ കഥ മറ്റേ പറഞ്ഞു കൊടുക്കുന്നു മറ്റൊരാൾക്ക്. അപ്പോൾ കഥ റിപ്പീറ്റേഷനായിട്ട് മഹാഭാരതയിൽ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു കോംപ്ലക്സ് നരേറ്റീവായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതായത് ദ എപ്പിക് സ്റ്റാർട്ട്സ് ഇൻ ദ ഹംബിൾ സറൗണ്ടിങ്സ് ഓഫ് ദ ഹെർമിറ്റേജ്. ഫസ്റ്റ് തന്നെ ഈ എപ്പിക് സ്റ്റാർട്ടാകുന്നത് ഒരു ഹെർമിറ്റേജിലാണ്, പിന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഹെർമിറ്റേജിലാണ് തുടങ്ങുക. പിന്നെ ഉഗ്രശ്രവ ഈസ് കൺസിഡേർഡ് ദ ഫസ്റ്റ് നരേറ്റർ. ആരാണ് ഈ കഥ ഫസ്റ്റ് നരേറ്റ് ചെയ്യുന്നത്? ഉഗ്രശ്രവ. സെക്കൻഡ് നരേറ്ററായിട്ട് വൈശംഭയാന. അദ്ദേഹം ആർക്കാണ് ഈ കഥ നരേറ്റ് ചെയ്ത് കൊടുക്കുക? ഫസ്റ്റ് പേഴ്സൺ അപ് ടു എ പോയിൻറ്റ് മേക്കിംഗ് ഫോർ ദ തേർഡ് നരേറ്റർ. പിന്നീട് അടുത്ത നരേറ്റർ വരും സഞ്ജയ. പിന്നെ അതിനുശേഷം വൈശംഭനി ആദ്യം എന്ത് ചെയ്യും? നേരത്തെ പകുതിക്ക് വെച്ച നരേറ്റീവ് വീണ്ടും റെസ്യൂം ചെയ്യും. അപ്പോൾ ഒരുപാട് നരേറ്റേഴ്സ് ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു കോംപ്ലക്സ് നരേറ്റീവായിട്ട് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് ദ ക്വസ്റ്റ്യൻ ഓഫ് ഓതർഷിപ്പ് ആൻഡ് റീവർക്കിംഗ് ഓഫ് നരേറ്റീവ്. അതായത് ഈ ഒരു മഹാഭാരതയിൽ ഒരുപാട് റീവർക്കിംഗ് നടന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഒരുപാട് എപ്പിസോഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എപ്പിസോഡ്സ് ഫേബിൾസും പാരബിൾസും ഒക്കെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു റീവർക്ക്ഡ് ടെക്സ്റ്റായിട്ടും നമുക്ക് മഹാഭാരതയെ കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് മഹാഭാരതയിലെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് നോക്കലാണെങ്കിൽ ഇതിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് മഹാഭാരത ഏകദേശം ഒരു 1000 BC-യിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റി നോക്കലാണെങ്കിൽ ഒരു 4 ക്ലാസ്സസ് നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ സൊസൈറ്റിയിൽ 4 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ആ 4 ടൈപ്പ് ഓഫ് ക്ലാസ്സസ്? ഒന്ന് ക്ഷത്രിയാസാണ്. ക്ഷത്രിയാസ് എന്ന് പറയുന്നത് വാരിയേഴ്സ് അല്ലെങ്കിൽ റൂളേഴ്സ് അങ്ങനെയുള്ളവരാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത് ഈ പ്രീസ്റ്റ് സ്കോളേഴ്സൊക്കെ ഇല്ലേ, അവരൊക്കെയാണ് ബ്രാഹ്മണാസ്. പിന്നെ കാണുന്ന ഒരു വർണ്ണയാണ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സാണ് വൈശ്യാസ് എന്ന് പറയുന്നത് ഈ മെർച്ചൻ്റ്, ഫാമേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ. പിന്നീടുള്ള ഒരു ക്ലാസ്സാണ് ശൂദ്രാസ് എന്ന് പറയുന്നത് ആരാണ്? സർവൻസ്, ലേബറേഴ്സ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് 4 ടൈപ്പ് ഓഫ് ക്ലാസ്സസ് നമുക്ക് ഈ മഹാഭാരതം എഴുതിയ സമയത്ത് ആ സൊസൈറ്റിയിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ക്ഷത്രിയാസ് എന്ന് പറയുന്നവരില്ലേ. ക്ഷത്രിയാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? വാരിയേഴ്സ് ആൻഡ് റൂളേഴ്സ്. അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർക്കൊരു സ്ട്രിക്റ്റ് ഓഫ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. അവർ ജീവിക്കുന്നതിനും അവരെല്ലാം ഒരു പ്രത്യേകതരം ഒരു അവർ വളരെ വാക്കിന് വില കൽപ്പിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ടീമാണ്. അതായത് അവരോട് ആരെങ്കിലും ഒരു ചലഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഒന്ന് മുറിവേൽപ്പിച്ചാൽ അവരതൊരിക്കലും മറക്കില്ല. അവരതിനെന്ത് ചെയ്യും? റിവെഞ്ച് എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ അവർ ഓഫറിങ് പ്രൊട്ടക്ഷൻ ടു ദെയർ കൺട്രി. അവരെന്ത് ചെയ്യും? അവരുടെ കൺട്രിയെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട്
പിന്നെ എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി ഉള്ള വാല്യൂസ് ഉള്ള ആൾക്കാരായിരുന്നു ക്ഷത്രിയാസ്. ഓക്കെ. പിന്നെ ലൈഫ് സ്റ്റൈൽ നോക്കലാണെങ്കിൽ അന്നത്തെ കാലത്ത് സൊസൈറ്റി വാസ് മോസ്റ്റ്ലി റൂറൽ. ഒരുപാട് പിന്നെ റൂറൽ ഏരിയാസാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറും കാറ്റിൽ ബ്രീഡിങ്ങും ട്രേഡിങ്ങും ഒക്കെയാണ് നമുക്ക് അന്നത്തെ കാലത്ത് കാണാൻ വേണ്ടി പറ്റുക. അത് എവിടെയൊക്കെയാണ് കാണാൻ പറ്റിയത്? സിറ്റീസ് ലൈക്ക് ഹസ്തിനപുര, ഇന്ദ്രപ്രസ്ഥയിലൊക്കെ എന്താ സെൻറ്റർ ഓഫ് പവറാണ്. അതൊക്കെയാണ് സെൻറ്റർ ഓഫ് പവറായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് മഹാഭാരത ആസ് എ ലിറ്റററി ടെസ്റ്റായിട്ട് നോക്കാം. എന്താണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ. മഹാഭാരത ആസ് എ ലിറ്റററി ടെസ്റ്റ്. വാട്ട് ഈസ് മഹാഭാരത? അപ്പം നമുക്ക് നോക്കാം. മഹാഭാരത എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അതൊരു ആൻഷ്യൻ്റ് ഇന്ത്യൻ എപ്പിക്കാണ്, റിട്ടൺ ബൈ വ്യാസ എഴുതിയിട്ടുള്ള ഒരു ആൻഷ്യൻ്റ് ഇന്ത്യൻ എപ്പിക്കാണ്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഇതിഹാസവും അടങ്ങിയിട്ടുണ്ട്, കാവ്യവും അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതൊരു എന്താണ്, ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുമാണ്, എന്നാൽ ഒരു ലിറ്റററി മാസ്റ്റർ പീസുമാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് കവികളൊക്കെ എഴുതിയോണ്ട് തന്നെ ഇതിനെന്താണ് നല്ലൊരു നമുക്ക് താളത്തിൽ വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു കാവ്യവുമാണ്, ഒരു ഇതിഹാസവുമാണ്. അതുപോലെ തന്നെ ഇതിൽ എന്ത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്? ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്? മോറൽ, പൊളിറ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ തീംസും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതൊരു ലിറ്റററി ടെസ്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? മഹാഭാരതയെ ഒരു ലിറ്റററി ടെസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സ്കോളേഴ്സായിട്ടുള്ള അനന്തവർദ്ധനയൊക്കെ ഈ ഒരു മഹാഭാരതിയെ ധ്വനികാവ്യ അല്ലെങ്കിൽ ഒരു പോയട്രി ഓഫ് സജഷൻ ആയിട്ടാണ് കണക്കൂട്ടിയത്. ഓക്കെ. അതായത് വെറും ഒരു നരേറ്റീവ്, ഒരു നരേഷൻ മാത്രമല്ല, ഇതൊരു ധ്വനികാവ്യമാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അനന്തവർദ്ധന മഹാഭാരതയെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഹാഭാരതയുടെ കോർ തീംസായിട്ട് പഠിപ്പിക്കുന്നത് ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്, വൈരാഗ്യ, പിന്നെ അതുപോലെ തന്നെ ശാന്തി ആൻഡ് മോക്ഷ. ഇങ്ങനെയുള്ള തീമുകളൊക്കെയാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? നമ്മുടെ മഹാഭാരതയിൽ കാണാൻ പറ്റുക. ഇതിൻ്റെ ലിറ്റററി ഫോം ആൻഡ് സ്റ്റൈൽ നോക്കാം. മഹാഭാരത പ്രൈമർലി യൂസസ് ദ അനുസ്തുബ് മീറ്റർ. അതൊരു മീറ്ററാണ്. ആ ഒരു മീറ്ററിലാണ് മഹാഭാരത എഴുതിയിട്ടുള്ളത്. സിമ്പിൾ ലിറിക്കൽ സ്ട്രക്ചറാണ് വിത്ത് 4 feet of 8 syllables ഈച്ച്. 4 feet, എന്നാൽ അതിലെന്തുണ്ട്? 8 syllables ഓരോന്നിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൽ പലതരത്തിലുള്ള പോയറ്റിക് മീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റോറിയിലെ ഓരോ മൂഡിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഓരോ തരത്തിൽ പോയറ്റിക് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ടു മേക്ക് ഇറ്റ് ഈസി ഫോർ ഓറൽ റെസിറ്റേഷൻ. അതായത് വായിക്കുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേരിയഡ് പോയറ്റിക് മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സംസ്കൃത് വേഴ്സസ് വെയർ ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു പ്രോസ് ബൈ സ്കോളേഴ്സ്. അതായത് ഇതിൻ്റെ സംസ്കൃത് വേഴ്സസ് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? വാൻ ബുഹിറ്റൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് പിന്നീട് ഇതിൻ്റെ വേഴ്സസ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് മഹാഭാരതയിൽ റോൾ ഓഫ് ഫെയ്റ്റ് ആൻഡ് ചാൻസ് കാണാൻ പറ്റും. എന്താണ് ഫെയ്റ്റിൻ്റെ റോള്? സെൻട്രൽ ഐഡിയ ഓഫ് ഫെയ്റ്റ്, വിധിയുടെ ഒരു തീം നമുക്കിവിടെ കാണാൻ പറ്റും. മഹാഭാരത എംഫസൈസ് ഡെസ്റ്റിനി ആസ് അൺആൾട്ടറബിൾ. മഹാഭാരത എന്തിനെ ചിത്രീകരിക്കുന്നുണ്ട്? ഡെസ്റ്റിനി, അതായത് വിധിയെ, അല്ലെങ്കിൽ ഒരാളുടെ വിധിയെ എന്ത് ചെയ്യുന്നുണ്ട്? ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ഒരാൾക്കും അവരുടെ വിധിയെ ആൾട്ടർ ചെയ്യാൻ പറ്റില്ല, അൺആൾട്ടറബിൾ ആണ്, അല്ലേ? അങ്ങനെയുള്ളൊരു ഐഡിയ മഹാഭാരതയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന് ഓൾറെഡി അറിയാം എന്താണ് അവരുടെ വിധിയെന്ന്. എന്നിട്ടും അവരുടെ ആക്ഷൻസ് അവർക്ക് ഒരിക്കലും എന്താ ചെയ്യാൻ പറ്റില്ല, ആ വിധിയെ തടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ സെൻട്രൽ ഐഡിയ ഓഫ് ഫെയ്റ്റ് നമുക്ക് എവിടെ കാണാം? മഹാഭാരതയിൽ കാണാം. അതുപോലെ തന്നെ ഹ്യൂമൻ എഫേർട്ട് വിയസ് പ്രീ ഡെസ്റ്റിനേഡ് ഇവൻറ്റ്സ്. അതായത് ക്യാരക്ടേഴ്സായിട്ടുള്ള യുധിഷ്ഠിര എന്ത് ചെയ്യുന്നുണ്ട്? സമാധാനത്തിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യുന്നുണ്ട്. അവന് സമാധാനം വേണം, പക്ഷേ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവൻ്റെ ഇവൻറ്റ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓൾറെഡി ഇതൊക്കെ എന്താണ്? ഡിസൈഡഡ് ആണ്, അല്ലേ? ഡെസ്റ്റിനി ഓൾറെഡി എല്ലാം ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ വലിയ വാരിയർ ആണെന്ന് പറഞ്ഞാലും ആർക്കും തന്നെ ഈ ഡെസ്റ്റിനിയെ മാറ്റിത്തിരുത്താൻ പറ്റില്ല. ഓക്കെ. ഹ്യൂമൻ ആക്ഷൻസൊക്കെ എന്താണ്? മീനിങ്ലെസ് ആണ്. ഹ്യൂമൻസ് ആർ പപ്പറ്റ് ഓഫ് ഗോഡിൻ്റെ ഒരു പപ്പറ്റ് മാത്രമാണ് ഹ്യൂമൻസ്. അല്ലാതെ അവർക്ക് ഫെയ്റ്റും ഡെസ്റ്റിനിയൊന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല എന്ന് ഒരു തീം നമുക്കിവിടെ കാണാം. പിന്നെ എന്ത് റെലവൻസ് ആണ് മഹാഭാരതയ്ക്ക് ഇന്നുള്ളത്? മഹാഭാരത
പൊസസ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മഹാഭാരതയിൽ ഒരു 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 പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇന്നും എന്താണ് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്യാൻ ഹ്യൂമൻ ചേഞ്ച് ദെയർ ഡെസ്റ്റിനി? മനുഷ്യർക്ക് അവരുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ വേണ്ടി പറ്റുമോ? അല്ല മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ആക്സെപ്റ്റ് ലൈഫിനെ എങ്ങനെയാണോ ഉള്ളത് അത്തരത്തിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇന്നും ഈ ഒരു ചോദ്യം വാലിഡ് ആണല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. ഇനി എന്താണ് ധർമ്മയുടെ മീനിങ്? ധർമ്മ എന്ന് പറയുന്ന മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മഹാഭാരതയിൽ എന്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ ധർമ്മ എന്ന ഒരു ടീം ടീച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ധർമ്മ? ധർമ്മ എന്ന് പറയുന്നത് വെറും ഒരു ലോ അല്ല, ഒരു നിയമമല്ല. ധർമ്മ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ് ട്രൂത്ത്. അതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ട്രൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, മൊറാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഡ്യൂട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഓരോ മനുഷ്യർക്കും സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ട് അവരുടേതായ റോളിനനുസരിച്ച്. ഇപ്പോൾ അത് രാജാവായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാദർ ആയിക്കോട്ടെ, ഒരു വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ആർക്കായാലും അവരവരുടേതായിട്ടുള്ള ഒരു റോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട് അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് മഹാഭാരതയിൽ ഈ ധർമ്മം? മഹാഭാരതയിലെ ധർമ്മം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ദ ക്യാരക്ടേഴ്സ് സ്ട്രഗിൾസ് ഓഫൺ സെൻറ്റർ ഓൺ ഫോളോയിങ് ധർമ്മ. ഓരോ ക്യാരക്ടേഴ്സും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരവരുടെ ധർമ്മം പൂർത്തിയാക്കാൻ. അതായത് ഓരോ ക്യാരക്ടേഴ്സും ഈ ഒരു ഫൈറ്റിൽ വാറിൽ പെടുമ്പോൾ എല്ലാവരും ഫാമിലിയാണ് അല്ലേ. അവരെല്ലാം പാണ്ഡവാസ് എന്ന് പറയുന്നത് ഫാമിലി, എല്ലാം പരസ്പരം ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ എന്നിട്ട് പോലും അവർക്കൊന്നും അവരുടെ ധർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി പറ്റില്ല. അവരവരുടെ റോള് നേർക്കെടുക്കാൻ വേണ്ടി പറ്റാതെ പോകുന്നുണ്ട്. ഇതിപ്പോൾ ദ്രൗപദിയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുമ്പോൾ ഭർത്താവായി നിൽക്കുന്നവർക്ക് അവരുടെ ധർമ്മം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ